നമ്മൾ ന്യൂസ് റീൽ പോകുന്നത് കുറച്ച് അറിവിലേക്കാണ്. കൊച്ചുകുട്ടികൾ വീട്ടിലുള്ളപ്പോൾ നമുക്ക് പലതരത്തിലുള്ള ആശങ്കകളുണ്ടാകും. പ്രത്യേകിച്ച് അവർ കരയുന്നത് എന്തിനായിരിക്കും, എന്താണ് അവരുടെ ബുദ്ധിമുട്ട് എന്നൊക്കെ ചിന്തിക്കാറുണ്ട് നമ്മൾ. പലതരത്തിലുള്ള അലർജികളും കുട്ടികൾക്കുണ്ടാകും. അത്തരത്തിൽ ചില സംശയങ്ങൾക്ക് മറുപടി പറയുകയാണ് പട്ടം SUTയിലെ ചൈൽഡ് ഡെവലപ്മെന്റ് തെറാപ്പിസ്റ്റായ രശ്മി മോഹൻ. നമസ്കാരം, എൻ്റെ പേര് രശ്മി. ഞാൻ SUT ഹോസ്പിറ്റലിലെ ചൈൽഡ് ഡെവലപ്മെൻറ്റ് തെറാപ്പിസ്റ്റാണ്. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക്ക് ഫോർ മിൽക്ക് സിൻഡ്രോമിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ വേർഡ് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു പലർക്കും മനസ്സിലാവില്ല. പക്ഷേ പല ന്യൂബോൺസും ഉള്ള വീടുകളിൽ അമ്മമാർ ഇത് അനുഭവിക്കുന്നുണ്ട്, ഈ ഒരു ഫോർ മിൽക്ക് സിൻഡ്രോം. അതായത് നമുക്ക് അറിയാം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അപ് ടു 6 months വരെ നമ്മൾ ബ്രസ്റ്റ് മിൽക്ക് മാത്രമാണ് കൊടുക്കേണ്ടതും. നമ്മളുടെ ബ്രസ്റ്റിൽ നിന്നും 2 രീതിയിലുള്ള മിൽക്കുകളാണ് വരുന്നത്. ഒന്ന് ഫോർ മിൽക്കും ഹൈൻ മിൽക്കും. അപ്പോൾ ഈ ഫോർ മിൽക്ക് എന്ന് പറയുന്നത് വളരെ അധികം വാട്ടറി കണ്ടന്റ് കൂടുതലുള്ളതും ലാക്ടോസ് കണ്ടന്റ് കൂടുതലുള്ള മിൽക്കാണ്. അപ്പോൾ മിക്ക പാരൻസിൻ്റെയും കൺസേൺ, കുഞ്ഞുങ്ങൾ ഒരു 5 മിനിറ്റ് കുടിച്ചു കഴിയുമ്പോഴത്തേക്കും ഉറങ്ങിപ്പോകുന്നുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾ മണിക്കൂറോളം ഇരുന്ന് കുഞ്ഞിന് ഫീഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ വെയിറ്റ് കൂടുന്നില്ല, വെയിറ്റ് ലോസ് ആണ് കണ്ടുവരുന്നത്. അപ്പോൾ എന്താണ്, പാല് കിട്ടുന്നില്ല എന്നുള്ള സംശയങ്ങളും കാര്യങ്ങളും ഉണ്ട്. നമ്മൾ മണിക്കൂറോളം ഇരുന്ന് കുഞ്ഞിന് പാല് കൊടുക്കുന്നതിലല്ല, നമ്മൾ പാല് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ആദ്യം പറയുന്നത് ഒരു ലാച്ച് പൊസിഷനാണ്. അതായത് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുമ്പോൾ എങ്ങനെ നമ്മൾ കുഞ്ഞിനെ പൊസിഷൻ ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ IP പേഷ്യൻസിന് ഞാനത് പറഞ്ഞു കൊടുക്കാറുണ്ട്. കുഞ്ഞിൻ്റെ തല വരേണ്ടത് എവിടെയാണ്, അതുപോലെ തന്നെ നമ്മൾ മിൽക്ക് കൊടുക്കുന്ന ടൈമിൽ തന്നെ നിപ്പിൾ സക്കിങ് പാടില്ല എന്നുള്ളത് പറയുന്നുണ്ട്. ഏരിയയുള്ള ഫുള്ളി കുഞ്ഞിൻ്റെ വായ്ക്കുള്ളിൽ പോയാൽ മാത്രമേ കുഞ്ഞുങ്ങൾക്ക് നന്നായിട്ട് പാല് കിട്ടുകയുള്ളൂ. ഈ ഫോർ മിൽക്ക് സിൻഡ്രോം സംഭവിക്കുന്നത് അതുകൊണ്ടിട്ടാണ്. നമ്മൾ വിചാരിക്കും കുഞ്ഞ് സൗണ്ട് ഉണ്ടാക്കി കുടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒത്തിരി നേരം കുഞ്ഞ് കുടിക്കുന്നുണ്ട്, സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പം നമുക്കറിയാം സക്കിങ് ആൻഡ് സ്വോളോയിങ് സൗണ്ട്സ് ഉണ്ട് കുഞ്ഞുങ്ങൾ ബ്രസ്റ്റ് മിൽക്ക് കുടിക്കുന്ന സമയത്ത്. പക്ഷേ ഈ സക്കിങ് സൗണ്ട് കേൾക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക കുഞ്ഞുങ്ങൾക്ക് കൃത്യമായിട്ട് പാല് കിട്ടുന്നില്ല. പക്ഷെ സ്വോളോയിങ് സൗണ്ട് ആണെങ്കിൽ ഓക്കെ, അത് പാല് അവർ ഇറക്കുന്ന സൗണ്ടിട്ടാണ് ആ സ്വോളോയിങ് സൗണ്ട് കേൾക്കുന്നത്. പക്ഷെ ഈ സക്കിങ് സൗണ്ടിൽ നമ്മൾ ഒരു മണിക്കൂർ 1.5 മണിക്കൂറോളം ഇരുന്ന് കൊടുത്തതിന് ശേഷവും നമ്മൾ നോക്കുമ്പോൾ വെയിറ്റ് ഗെയിൻ കാണാൻ ചാൻസ് ഇല്ല. അതിനുപരി തന്നെ ഇങ്ങനെ നിപ്പിൾ സക്കിങ് ചെയ്യുന്നതോടുകൂടി തന്നെ അമ്മമാരിൽ എന്താ സംഭവിക്കുന്നത്, നിപ്പിൾ ക്രാക്ക് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ അത് തന്നെ പെയിന് എടുത്തിരുന്ന് പാല് കൊടുക്കുന്ന അമ്മമാരും ഉണ്ട്. പക്ഷെ അതും തെറ്റാണ്. നമ്മൾ കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് ആദ്യമേ തന്നെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ നിപ്പിൾ സക്കിങ് പഠിപ്പിക്കാതെ നമ്മൾ ഏരിയോല ഫുള്ളി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിന് ലാച്ച് പൊസിഷൻ കൃത്യമായിട്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടതും അത്യാവശ്യമാണ്. മാത്രമല്ല, ഈ പറഞ്ഞ പോലെ ഈ ലാക്ടോസ് കണ്ടന്റ്, വാട്ടർ കണ്ടന്റ് ഉള്ള മിൽക്കായിരിക്കും കുഞ്ഞുങ്ങൾ ആദ്യം കുടിക്കുന്നത്. അത് കുടിച്ച് കഴിഞ്ഞ് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴാണ് ഹൈൻ മിൽക്ക് വരുന്നത്. ഈ ഹൈൻ മിൽക്കിലാണ് കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ പ്രോട്ടീൻസ്, വൈറ്റമിൻസും മിനറൽസും ഇമ്മ്യൂണിറ്റിയും ഒക്കെ കുട്ടികൾക്ക് കിട്ടുന്നത്. സോ നമ്മൾ കൊടുക്കുമ്പോൾ ഹൈൻ മിൽക്ക് കൊടുക്കാനായിട്ട് കൂടുതലായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പൊ നമ്മൾ 5 മിനിറ്റ് കുഞ്ഞ് പാല് കുടിച്ചു കഴിഞ്ഞ് ഉറങ്ങിപ്പോവാണ്, വീണ്ടും നമ്മൾ ഉണർത്തി നെക്സ്റ്റ് ബ്രസ്റ്റിൽ നിന്ന് കൊടുക്കുന്നവരുണ്ട് അല്ലെ, അങ്ങനത്തെ ശീലമുണ്ട്. ഒരു ബ്രസ്റ്റിൽ നിന്ന് ഒരു 5 മിനിറ്റ്സ്, അടുത്ത ബ്രസ്റ്റിൽ നിന്ന് 5 മിനിറ്റ്സ്. പക്ഷെ അതും തെറ്റായ ഒരു പ്രവണതയാണ്. നമ്മൾ കൊടുക്കുമ്പോൾ ഒരു ബ്രസ്റ്റ് ഫുള്ളി എംറ്റി ആക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ഒരു 20 മിനിറ്റ്സ് എങ്കിലും ഒരു ബ്രസ്റ്റിൽ നിന്ന് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ മാത്രമേ കുഞ്ഞുങ്ങൾക്ക് ഈ ഫോർ മിൽക്കും ഹൈൻ മിൽക്കും കിട്ടുകയുള്ളൂ. ഈ ഹൈൻ മിൽക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു ടിപ്പായിട്ട് ഞാനൊന്ന് പറഞ്ഞു തരാം. ഇപ്പോൾ മിക്ക കുഞ്ഞുങ്ങളും നമ്മൾ എന്ത് ചെയ്തിട്ടും, ബേബി മസാജ് കൊടുത്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ നനഞ്ഞ തുണി വെച്ചിട്ട് കുഞ്ഞുങ്ങളെ തുടച്ചെടുത്തിരുന്നാലും ചില കുഞ്ഞുങ്ങൾ ഉറങ്ങിപ്പോവാറുണ്ട് അല്ലേ. അപ്പൊ അങ്ങനെയും കൺസേൺസ് ഞാൻ കേൾക്കുന്നുണ്ട്. അങ്ങനെ ഉള്ളവർക്കായിട്ട് ഒരു ടിപ്പായിട്ട് പറഞ്ഞു തരാൻ എനിക്ക് ആഗ്രഹിക്കുന്നത്, നമ്മൾ കൊടുക്കുന്നതിന് മുന്നേ കുറച്ച് ഒരു പാല് പിഴിഞ്ഞെടുത്ത് വെക്കുക. ഒരു 2-3 മിനിറ്റ് ഒന്ന് ബ്രസ്റ്റ് പമ്പ് വഴിയോ അല്ലെങ്കിൽ നമ്മൾ കൈ വെച്ചോ എക്സ്പ്രസ് ചെയ്ത് പാലെടുക്കുക. അപ്പോൾ അതിൽ വരുന്നത് ഈ ഫോർ മിൽക്കാണ്. അതിനുശേഷം നമ്മൾ ഈ കുട്ടികളെ ഹൈൻ മിൽക്ക് സക്കിയിപ്പിക്കുക. ഈ സക്കിയിപ്പിക്കുമ്പോൾ ഈ പറഞ്ഞ ലാച്ച് പൊസിഷൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വെയിറ്റ് ഗെയിൻ കൂടുകയും കുറച്ചും കൂടി ആ ഒരു ഹൈൻ മിൽക്ക് കൂടുതലായിട്ട് കുട്ടികൾക്ക് കുടിക്കാനും സാധിക്കുന്നതാണ്. മാത്രമല്ല, അപ്പോൾ വിചാരിക്കും ഈ പിഴിഞ്ഞെടുത്ത പാല് കളയാം, അല്ലെങ്കിൽ ബ്രസ്റ്റ് എൻകോർജ്മെന്റ് ആയിരിക്കുന്നവർക്ക്
നമ്മൾ പറയുന്നത് പിഴിഞ്ഞെടുത്ത് ചില പണ്ടത്തെ ആൾക്കാർ പറയുന്നുണ്ട് ആ ബ്രസ്റ്റ് നല്ല കല്ലിച്ചിരിക്കുകയാണെങ്കിൽ ആ പാല് പിഴിഞ്ഞെടുത്ത് കളയുക, കൊടുക്കണ്ട കുഞ്ഞുങ്ങൾക്ക് എന്നുള്ളത്. പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മൾ പിഴിഞ്ഞെടുക്കുന്ന പാല് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. 4 മണിക്കൂർ വരെ നമുക്ക് റൂം ടെമ്പറേച്ചറിൽ ഈ ഒരു ബ്രസ്റ്റ് മിൽക്ക്, എക്സ്പ്രസ് ചെയ്ത ബ്രസ്റ്റ് മിൽക്ക് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. മാത്രമല്ല അത് കുഞ്ഞുങ്ങൾക്ക് ഗോകർണത്തിലോ അല്ലെങ്കിൽ ചെറിയ സ്പൂണിലോ നമുക്ക് കൊടുക്കാം. ഒരു കാരണവശാലും നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഈ ഫീഡിംഗ് ബോട്ടിൽ ഒഴിച്ച് പാല് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാതിരിക്കുക. അത് വീണ്ടും എന്താ പറയാ, ബ്രസ്റ്റിൽ നിന്ന് ഡയറക്റ്റ്ലി കുഞ്ഞുങ്ങൾക്ക് സക്ക് ചെയ്യാനായിട്ട് കുഞ്ഞുങ്ങൾ മടിക്കുകയും പിന്നീട് ബ്രസ്റ്റിൽ നിന്ന് സക്കിയാണ്ട് വരുമ്പോൾ അമ്മമാർക്ക് ഹോർമോൺ ചേഞ്ച് സംഭവിക്കുകയും അതോടുകൂടി തന്നെ പാല് കുറയാനുള്ള ചാൻസസും ഉണ്ട്. അപ്പോൾ നമ്മൾ ചെറിയ സ്പൂണിലോ, ഗോകർണം അവൈലബിൾ ആണ് സിലിക്കോൺ ടൈപ്പിൽ, നമുക്ക് മാർക്കറ്റിലൊക്കെ കിട്ടും. ഇപ്പോൾ സ്റ്റീൽ ഗോകർണം ആണെങ്കിൽ ചിലവർക്ക് പേടിയായിരിക്കും, കുഞ്ഞിൻ്റെ ചുണ്ടിൽ തട്ടോ അല്ലെങ്കിൽ മുറിയോ എന്നൊക്കെ ഉള്ള ഒരു പേടി ടെൻഷനൊക്കെ കാണുമായിരിക്കാം. സോ നമുക്ക് സിലിക്കോണിൻ്റെ ഗോകർണം അവൈലബിൾ ആയിരിക്കും. സിലിക്കോണിൻ്റെ ഗോകർണം നമുക്ക് മേടിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ബ്രസ്റ്റിൽ ഈ പറഞ്ഞ പോലെ ആദ്യമൊക്കെ നമ്മൾ നിപ്പിൾ സക്കിങ് ശീലിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രാക്ക് സംഭവിക്കാറുണ്ട്. ക്രാക്ക് വരുമ്പോൾ തന്നെ ചില അമ്മമാര് പെയിൻ സഹിച്ചിരുന്ന് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും. പക്ഷെ അതും ചെയ്യരുത്. ഒന്നുകിൽ നിങ്ങൾ ഓയിൻമെന്റ്, നിപ്പ് കെയർ പോലുള്ള ഓയിൻമെന്റ് ഇട്ട് ആ ഒരു മുറിവ് ഉണക്കിയെടുക്കുക. ഫീഡിങ് ചെയ്യാത്ത സമയങ്ങളിൽ ഓയിൻമെന്റ് ഇടുക. ഫീഡ് ചെയ്യുന്ന സമയത്ത് അത് നന്നായിട്ട് ബ്രസ്റ്റ് ക്ലീൻ ചെയ്തതിന് ശേഷം കുഞ്ഞിന് പാല് കൊടുക്കാൻ ശ്രദ്ധിക്കുക. മാത്രമല്ല ഈ ഒരു നിപ്പിൾ ക്രാക്ക് വരുന്ന സമയത്ത് നമ്മൾ കണ്ടിന്യൂസ് അത് തന്നെ ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, കുഞ്ഞുങ്ങൾ അത് നന്നായിട്ട് വലിച്ചു കുടിക്കുകയാണെങ്കിൽ പെയിൻ മാത്രമല്ല അതിലൂടെ ബ്ലഡ് സ്ട്രെയിൻസും കുഞ്ഞുങ്ങളുടെ വായ്ക്കുള്ളിൽ പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതുവഴി എന്താ സംഭവിക്കുന്ന, കുഞ്ഞുങ്ങൾ ചിലപ്പോൾ വൊമിറ്റിംഗ് വരാനുള്ള ചാൻസ് ഉണ്ട്, പാല് കുടിക്കാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട്, സ്മെല്ലിന് ഡിഫറൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇതൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഈ ഒരു 4 മിൽക്ക് സിൻഡ്രോം എന്ന് പറയുന്നത് മിക്ക വീടുകളിലും നമ്മൾ കണ്ടുവരുന്നതാണ്. അപ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ ഒരു വലിയൊരു കാര്യമാണ്. പക്ഷേ ഈ ഒരു ചെറിയ ചെറിയ ടിപ്സും ചെറിയ ചെറിയ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ 4 മിൽക്ക് സിൻഡ്രോം എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥ നമുക്ക് കുഞ്ഞുങ്ങളിൽ നിന്നും ഒഴിവാക്കി വരാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.